everyone, welcome back to my channel. This is Karishma and thank you for watching my channel again. ഇന്ന് ഫോൺ നോക്കിയിട്ട് തലയ്ക്ക് പ്രാന്ത് പിടിച്ച് കൈയിന്റെ ഇവിടെയൊക്കെ തയമ്പ് വന്നു തുടങ്ങി വെല്ലിന്റെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വീടിന്റെ മുറിയുടെ ഒരു ഭാഗം വൃത്തിയാക്കിയാൽ എന്താന്ന്. സോ ഞാൻ ഈ വീട് മാറിയ സമയത്ത് ഞാൻ തക്കാളിപ്പെട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. തക്കാളിപ്പെട്ടി അഥവാ വലിയ സ്റ്റൈലിൽ പറയുന്നവർക്ക് ആപ്പിൾ ക്രേറ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം, പക്ഷെ ഞാൻ തക്കാളിപ്പെട്ടി എന്നാ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ എങ്ങനെ എന്റെ റൂമിന്റെ ഒരു ഭാഗം ഡെക്കറേറ്റ് ചെയ്യുന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. പ്ലസ് എനിക്കറിയാം ഈ മുറിയിൽ നല്ല വെളിച്ചാണ് അറിയാം, ബിക്കോസ് ഇത് ഭയങ്കര കുട്ടി മുറിയായി. മുറി 2-3 സൈഡിലും ജനല, സോ ഭയങ്കര വെളിച്ചം വരും. അതിന് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് കാണാം ഞാൻ എങ്ങനെ ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. ഈ ടിക്ടോക്ക് കണ്ടിട്ടേ അതിൽ കാണുന്ന പെണ്ണുങ്ങളുടെ ടോൺ വന്നു തുടങ്ങി എനിക്ക് സംസാരത്തിന്. മെങ്ങെ ഇതാണ് എൻ്റെ മുറി. ഇവിടെയൊക്കെ ആകെ ചപ്പൻചോറും ചടാലും. ഇതെന്റെ പഴയ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന കേട്ടനാണ്. ഇതൊക്കെ എന്റെ പഴയ വീട്ടിലെ സാധനങ്ങളാണ്. ഇവിടെ കിടക്കുന്ന അലമാരിയും എന്താ പറയാ ഇതൊക്കെ കട്ടിലും എല്ലാം പഴയ വീട്ടിലാണ്. പിന്നെ ഇവിടെ എന്താ ഇവിടെ ട്രൈപോഡിൽ ഞാൻ എൻ്റെ ടർക്കി ഉണക്കാനിട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഉള്ള സാധനങ്ങൾ. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഈ തക്കാളിപ്പെട്ടി അറേഞ്ച് ചെയ്യുന്നു എന്നാണ് പറയാൻ പോകുന്നത്. ഇതാണ് തക്കാളിപ്പെട്ടി. ഇത് ഞാൻ 20 രൂപയ്ക്ക് അങ്ങോട്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് വാങ്ങിച്ചുകൊണ്ടെന്നാണ്. ഇതാണ് നമ്മുടെ തക്കാളിപ്പെട്ടി. ഇത് ഞാൻ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നു എന്നാണ് പറയാൻ പോകുന്നത്. ലെറ്റ്സ് വാച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ തക്കാളിപ്പെട്ടി ഇങ്ങനെ ഇട്ടിട്ട് ഈ വുഡ് പോളിഷ് ഒക്കെ ഉള്ളവർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോളിഷ് ഒക്കെ ചെയ്ത് അരച്ച് വൃത്തിയാക്കൊക്കെ ചെയ്യാം. എനിക്ക് അതൊക്കെ ചെയ്യാൻ മടിയാണ്. അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ പറയാ, എൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്. അതിൽ ഇത് ഞാൻ ഇതിവിടെ ഉണക്കാൻ വെച്ചിരിക്കുക. ഇത് ഞാൻ ചെയ്തത് ഇപ്പം ഞാൻ പെയിന്റ് ചെയ്തതാണ്. ഞാൻ ചുമ്മാ ഒരു വാച്ചിന്റെ പെട്ടിയാ. വാച്ചൊക്കെ വാങ്ങുന്ന പെട്ടിയില്ലേ, കണ്ടോ, വാച്ചിന്റെ പെട്ടിയാ. അപ്പൊ ആ പെട്ടി ഞാൻ ചുമ്മാ ഡെക്കറേറ്റ് ചെയ്തിട്ട് എൻ്റെ പെയിന്റിന്റെ ബ്രഷും പെൻസിൽസും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ബ്രഷും പെയിന്റ് ഒക്കെ ഇടും. പിന്നെ എൻ്റെ ഉള്ളത് കുറച്ച് എന്താ പറയാ ഇങ്ങനത്തെ ബുക്സ് ഒക്കെയാണ്. കുറച്ച് ബുക്സ് ഒക്കെയാണ്. നമുക്ക് ഇതൊക്കെ എന്താ പറയാ വലിയ വിലയുള്ള സംഭവങ്ങളൊന്നുമല്ല കേട്ടോ, ചുമ്മാ എൻ്റെ പിച്ചക്കാരി സാധനങ്ങളാണ്. ഇതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ഇത് ഭംഗിയാക്കാം എന്ന് പ്രതീക്ഷിക്കാം. ഇതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ എന്ന് പറയാം. എപ്പോഴോ വാങ്ങിയത് എൻ്റെ വീട്ടിൽ എന്തിനോ വേണ്ടി. അത് നമ്മൾ വെക്കുന്നു. എൻ്റെ ഉള്ള ബുക്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതൊരു ഷെൽഫ് പോലെ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ എനിക്കെന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്നല്ല, നിങ്ങളുടെ കയ്യിലൊക്കെ ഇങ്ങനത്തെ ബുക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുട്ട് കുത്തിയാണ് നടക്കുന്നത്, കാല് കാണിക്കുന്നത്. ഇത് എൻ്റെ പട്ടി പണ്ട് കടിച്ച് തിന്നതാണ്. ഈ ബുക്കിന്റെ മോൾ ഭാഗം കടിച്ച് തിന്ന്. അപ്പൊ ഞാൻ വെട്ടി ഭംഗിയാക്കി വെച്ചത്. എങ്ങനെയുണ്ട് എൻ്റെ കലാസൃഷ്ടി? അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ബുക്കുകൾ. അപ്പൊ നമ്മൾ ഈ ബുക്കുകളൊക്കെ ഇവിടെ ഇങ്ങനെ എനിക്ക് ഏറ്റവും ഞാനിങ്ങനെ വലിയ ബുക്ക് വായനക്കാരി ഒന്നല്ല കേട്ടോ, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ബുക്കുകൾ. ഇതിൽ കുറച്ചൊക്കെ എൻ്റെ ചേച്ചിയുടെ ബുക്സ് ആണ്. എന്താ പറയാ, അയ്യോ ഇതിൽ ഞാൻ വായിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ഓതേഴ്സ് ഉണ്ട്. ഈ നമ്മുടെ പൈങ്കിളി ഓതേഴ്സ് എന്നല്ല, ചേതൻ ഭഗത്, രൺബീർ സിംഗ്, അങ്ങനത്തെ കുറച്ച് പേരൊക്കെ ഉണ്ട്. പിന്നെ ഈ ബുക്ക് ഞാൻ വായിച്ചു തുടങ്ങിയുള്ളൂ, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഭീകര ബുക്കുകളൊന്നും വായിക്കാൻ അറിയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനത്തെ ഈ ചേതൻ ഭഗത്തിന്റെ ബുക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വായിച്ചു തീർക്കും. ഇങ്ങനത്തെ ബുക്സ് ഒന്നും എനിക്ക് വായിക്കാൻ അറിയില്ല. സോ നമ്മൾ ബുക്ക് ഇതിപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അറേഞ്ച് ചെയ്യാത്ത പോലെ. ഓക്കെ, ഇതിങ്ങനെ വെക്കാമല്ലോ, ഇച്ചിരി ഭംഗിയിൽ വെക്കാം. ഇത് ഞാൻ ചിലപ്പോൾ ഇച്ചിരി ഫാസ്റ്റ് അടിച്ചുകൂടെ. നമ്മൾ ബുക്സ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കണ്ടോ, ഒരു ഷെൽഫ് പോലെ ബുക്കുകൾ ഇങ്ങനെ വെക്കാൻ പറ്റും. ഇനിയുണ്ട് ബുക്സ്. ഇതൊന്നും ഞാൻ വായിക്കാത്ത ബുക്കുകളാണ്, ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. ഒക്കെ എൻ്റെ ചേച്ചിയുടെ കളക്ഷനായി സംഭവം. ഈ ബുക്കുകളൊക്കെ എൻ്റെ ചേച്ചിയുടെ കളക്ഷനാണ്. ഞാനിത് ഓരോന്നായിട്ട് ഇതിങ്ങനെ വെക്കുന്നു. ഈ ബുക്ക് എനിക്ക് വായിക്കണം എന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് മുകളിലേക്കെടുത്തേക്കാം. നമുക്കിവിടെ ഇതൊരു ബുക്ക് വെച്ചിട്ട് സെറ്റായില്ലേ, നമുക്കിതിങ്ങനെ വെച്ചാലോ. അപ്പൊ സെറ്റ്. ഇതെന്താ നൂല്. ഇതിങ്ങനെ വെക്കണോ, ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചു.
ഇനിയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എൻ്റെ പണ്ട് ആ കുട്ടി ഇപ്പം ഉണ്ടോന്ന് അറിയില്ല. എനിക്ക് +1 9th അങ്ങോട്ട് പഠിക്കുമ്പോൾ എൻ്റെ കാരിസം ക്ലാസ്സിൽ മരിയ എന്ന് പറഞ്ഞ കുട്ടി തന്ന ഒരു മാർബിളുടെ മാലാഖയാണ്. ഈ അടുത്ത് ഞാൻ അതിനെ കയറിയിട്ട് മറ്റേ ഗോൾഡൻ സ്പ്രേ പെയിന്റ് ഉണ്ട്, പെയിന്റ് അടിച്ചു. ഇതാണ് സംഭവം. അപ്പോൾ ഈ സംഭവം നമ്മൾ ഇങ്ങനെ വെക്കാം. ഇനി എൻ്റെ ഉള്ളത് ചെരുപ്പ്. ഞാനിവിടെ കിടന്ന് തിരിയുവാണ്. ഇത് എൻ്റെ ഓഫീസില് എന്താ വുമൻസ് ഡേക്ക് ഞങ്ങൾക്ക് കേക്ക് തന്ന പെട്ടിയാണ്. കണ്ടോ, ഇതിൽ കേക്ക് തന്ന കേക്ക് ബോക്സ് അത് കണ്ടോ. ഇതിന്റെ ഞാൻ കളഞ്ഞിട്ടില്ല, ഇതിന്റെ മുകളിലത്തെ കളയണമെന്നുണ്ട്. എന്തോ ഇതിപ്പോ അവരുടെ പരസ്യം പോലെ, എന്നാലും അതല്ല. ഇതിന്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ഇങ്ങനത്തെ സ്റ്റോൺസ് ഇട്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സ്റ്റോൺസ് ഇട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇത് എടുത്ത് വെക്കാം. ഈ സംഭവം കൊള്ളാല്ലേ? ഞാൻ ചുമ്മാ പെയിന്റ് അടിച്ചത്. അതിന്റെ മുകളിൽ ഹെലിക്സ് എന്നോ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ പെയിന്റ് എടുത്തിട്ട് അങ്ങോട്ട് ആക്കി അടിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ്, കൊള്ളാം. ഞാൻ പറയണു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ നിങ്ങൾ പറ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിതിങ്ങനെ വെക്കുന്നു. പിന്നെന്താ, പിന്നെ എൻ്റെ ഉള്ള ഒന്ന് എണിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിലത്തിരുന്ന് തിരിഞ്ഞ് ആ. ഇനി കുറച്ച് എനിക്ക് എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ്. ഇതെൻ്റെ ഡാഡി പണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഗൾഫിൽ നിന്നൊക്കെ പണ്ട് ഗൾഫിലുണ്ടായിരുന്ന അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ട്രിഗറൊക്കെ വലിച്ച് ഫോട്ടോ എടുക്കുന്ന, ഫിലിമൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്ന സംഭവം കണ്ടോ. പക്ഷെ ഇത് വലിയുന്നില്ലല്ലോ. ഓ ആ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കാണാം. ഇതാണ് സംഭവം. ഫോക്കസ് ആവുന്നില്ല അല്ലേ? എന്തെങ്കിലും. അപ്പോൾ ഇതാണ് ഇത്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ക്യാമറ എന്ന് പറയുന്നത്. എൻ്റെ എന്നല്ല, എൻ്റെ വീട്ടിലെല്ലാവരുടെയും എന്താ പറയുക, ഭയങ്കര കണ്ണിലുണ്ണിയായിരിക്കും. കണ്ണിലുണ്ണി എന്നല്ല, എല്ലാവർക്കും ഭയങ്കര നുസ്റ്റ് വരുന്ന. സോറിയാ, ഓ മൈ ഷിറ്റ്, അതൊന്നും ഞാൻ തൊട്ട്. ഓക്കെ, എനിക്ക് മാത്രം ഉണ്ടാവുന്നതാണോ ഈ വക കാര്യങ്ങൾ? യെസ്, നമ്മളിത് വെക്കുന്നത് ഉണങ്ങിയിട്ടില്ല അല്ല, അതാണ് പ്രശ്നം. ഇത് ഉണങ്ങിയിട്ടില്ല. നമ്മളിതിങ്ങനെ വെക്കുന്നു, ക്യാമറ വെക്കുന്നു. ഇനി എൻ്റെ ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്റ്റൂളാണ്. ഈ സ്റ്റൂള് നിങ്ങളൊക്കെ ആമസോണിൽ കണ്ടിട്ടുണ്ടാവും. 400, എനിക്ക് 350 രൂപയ്ക്ക് അങ്ങോട്ട് കിട്ടിയ സ്റ്റൂള്. ഈ സ്റ്റൂൾ എൻ്റെ കയ്യിലുണ്ട്. ഈ സ്റ്റൂൾ ആക്ച്വലി ഞാനിവിടെ എൻ്റെ ബെഡിന്, എൻ്റെ റൂമിൽ വേറെ സ്റ്റൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ബെഡിന് വെച്ചിട്ടില്ല. ബെഡിൻ്റെ ഇത് വെള്ളം കുപ്പിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടില്ല. ഈ സ്റ്റൂൾ വെക്കാം, ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഇതെടുത്തിട്ട് നമുക്ക്, ഞാനിപ്പോൾ വെറുതെ ഇരിക്കലല്ല, എനിക്ക് ജോലി ഉണ്ട്, എന്നാലും ഓഫീസിൽ പോകണ്ടല്ലോ. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ എപ്പോഴും ഇപ്പോൾ പെയിൻറ്റിങ് ആണ്. അതായത് പെയിൻറ്റിങ്ങിൻ്റെ പെട്ടി പിന്നെ മുകളിൽ വെച്ചു. പിന്നെ എൻ്റെ പെയിൻറ് കുറേ പെൻസിലുകൾ ഉണ്ട്. എങ്ങനെയാണെന്ന് എനിക്ക് നല്ലൊരു ഐഡിയയില്ല. അപ്പോൾ പെൻസിലുകളും ബ്രഷും നമുക്ക് അങ്ങനെ ഇടാം. ഈ ബ്രഷ് തല കുത്തി നിൽക്കുന്നത്, ഇത് മിക്കത് ഞാൻ ഫാസ്റ്റ് അടിച്ച് കളയേ, കുറേ ആവശ്യമില്ലാത്തതുണ്ട്, അതങ്ങനെ ഇടുന്നു. പിന്നെ അതെന്താ, അതെ നമ്മുടെ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും മോങ്കോന്റെ ഒരു കുപ്പി. എവിടെ മോങ്കോന്റെ കുപ്പി. ഇതിൽ ഞാൻ കുറേ പണ്ട് എൻ്റെ ഉണ്ടായിരുന്ന കുറേ പെൻസിലുകളൊക്കെ വെച്ചിട്ടുണ്ട്. പെൻസിൽസ് മോങ്കോ കാണിക്കേണ്ട നമുക്ക്. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് അടിച്ചു മാറ്റിയതാട്ടോ. എന്തോ ക്രിസ്മസ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർ, അത് ഞാൻ പറിച്ചെടുത്തോണ്ടേ. പിന്നെന്താ, പിന്നെ ഈ സംഭവം എവിടുന്നാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എൻ്റെ ചേച്ചി എവിടുന്നൊക്കെയോ അടിച്ചു മാറ്റി കൊടുത്തിട്ടുള്ളത്. അടിച്ചു മാറ്റിയിട്ടല്ല, അവളൊക്കെ എവിടുന്നോ എനിക്ക് ഓർമ്മയില്ല എവിടുന്നാന്ന്. എനിക്ക് തോന്നുന്നു ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇവിടുന്ന് മാറ്റേണ്ടി വരും. ഇത് ഇവിടുന്ന് മാറ്റി നമുക്ക് ഈ ക്യാമറ ഇവിടെ വെച്ചായിരുന്നു. എന്ത് പറയുന്നു, വാട്ട് യു സേ? ക്യാമറ കൊടുക്കണ്ട, ക്യാമറ നമുക്ക് പിന്നെ മുകളിലേക്ക്. കുറേ സാധനങ്ങളായാലും. ഇനി എന്തെങ്കിലും ഉള്ളത്, എനിക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. പക്ഷെ എന്താണെന്നറിയില്ല, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വാങ്ങുന്ന ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കരിഞ്ഞു പോവാണ്. ഇങ്ങനെ ഒന്നോ രണ്ടോ ചെടികൾ മാത്രമാണ് എന്നെ എന്താ പറയാ എന്നോടുള്ള സ്നേഹം എന്താ പറയാ എന്ത് പുലർത്തിയിട്ടുള്ളൂ.
ഒരു ആത്മാർത്ഥത പുലർത്തിയിട്ടുള്ളൂ. ഈ ചെടി നമുക്ക് ഇവിടെ വെക്കാം. ഇത് ആക്ച്വലി ഇൻഡോറും നല്ല, ഇത് ആക്ച്വലി എന്തോ പുല്ലാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ടോ, യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. ഇതിന് ഞാൻ 20 രൂപയ്ക്ക് അങ്ങോട്ട് ഞാൻ വാങ്ങിച്ചത്. അങ്ങനെയാണ് സംഭവം. ഇനി ഞാൻ എന്ത് ചെയ്യും, ഇത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പെയിന്റ് അടിച്ച് തുടങ്ങിയതാണ്. എനിക്ക് ആക്ച്വലി പെയിന്റിന്റെ എന്താ ഷെയ്ഡുകളൊന്നും അറിയില്ല, എങ്ങനെ ഷെയ്ഡ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് ഫ്രണ്ട് ഇങ്ങനെ കാട്ടി തന്നു, ഞാൻ അടിച്ചു. ഇതിവിടെ വെച്ചു കൊടുക്കാം. പക്ഷെ ഇത് വരച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ലോസപ്പ് നോക്കുമ്പോൾ എനിക്കൊരു ബെഡ്ഷീറ്റ് ചായ ഉണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല, പക്ഷെ കുഴപ്പമില്ല. ഇനി ഞാൻ ഇന്നലെ പാതിരാത്രിക്ക് ഇത് നടിച്ചൊരു സംഭവം ഉണ്ട്. ഷിഫ്റ്റ് കഴിഞ്ഞ പാതിരാത്രിക്ക് ഞാൻ ചെയ്തതാണിത്. ഞാൻ കാട്ടിക്കാം. നമ്മള് പണ്ട് ബിരിയാണിയൊക്കെ വാങ്ങുമ്പോ കിട്ടുന്ന സംഭവല്ലേ, എന്ത് ബിരിയാണി പെട്ടി. ഇത് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ബിരിയാണി ഇട്ട് തന്നെ. അപ്പൊ ആ സംഭവത്തിൽ ഞാൻ ഈ പെയിന്റ് എടുത്ത് അടിച്ചതാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചുമ്മാ ഒരു വെള്ളപ്പാത്രമായിട്ടിരിക്കുന്നതിനായിട്ട് നല്ലത് ഇതിങ്ങനെ ഒരു പാത്രമായിട്ട് നല്ലതായിട്ടിരിക്കുന്നില്ല. പിന്നെ നമുക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. ഇതിൽ ഇട്ട് വെക്കാൻ ഇപ്പൊ ഇതിൽ സാധനങ്ങളൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഡെക്കറേഷൻ മെന്റാലിറ്റി. ഇത് ഈ പെട്ടിന്ന് എടുത്തിട്ട് ഈ പെയിന്റുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കാം. എന്ത് പറയുന്നു, നൈസല്ലേ? പെയിന്റുകൾ ഇട്ട് വെച്ചു. അപ്പൊ ഇതിനും സ്ഥലമായി. ഇവിടെ എന്തോ ഒരു സ്ഥലക്കുറവുണ്ട്. ഇതൊക്കെ ഞാൻ അതിന്റെ മുകളിൽ വെച്ചോണ്ടിരുന്ന എന്താന്നറിയില്ല. ഈ ചെടി ആള് ശരിയല്ല. ഈ ചെടിയെ നമുക്ക് മൂലയ്ക്ക് വെക്കാം. എങ്ങനെയാലും കുഴപ്പമില്ല. എങ്ങനെയാലും നല്ല നമ്മുടെ മോങ്കോ ചേട്ടൻ, നമ്മുടെ കേക്ക് ചേട്ടന്മാര്. ഇങ്ങനെ നിങ്ങളിപ്പോ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കില്ലേ, സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്ത് പെയിന്റ് ചെയ്യാം. കണ്ടോ, നല്ലല്ലേ? എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് എന്തോ ഇതിൽ ക്ലിയർ ആവുന്നില്ല, പക്ഷെ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. ഫൈനലി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സെറ്റപ്പ് ആക്കി വയ്യാണ്ടായി. അപ്പൊ വയ്യാണ്ടാവാൻ മാത്രം ചെയ്തിട്ടില്ല, അതായത് നിലത്തിരുന്ന് വയ്യാണ്ടായി. സോ ഞാൻ എന്റെ ഫൈനൽ റിസൾട്ട്സ് കാട്ടിത്തരാം. ഞാൻ രാവിലത്തെയും കാട്ടിത്തരാം. ഞാൻ രാത്രി ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു ക്ലിപ്പ് ഇടുക. സോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ്, ഷെയർ എന്നോടെല്ലാം ചെയ്യാം. അപ്പൊ ശരി, ഞാൻ കാട്ടിത്തരാം കേട്ടോ. നിക്ക, വെയിറ്റ് ചെയ്യേ. കണ്ടോ മക്കളെ, കണ്ടോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ള ഒരു ചവിട്ടിയാണ്. റൂം മൊത്തം ഒരു ബോഹോ ലുക്കാക്കാൻ വേണ്ടി, ബോഹോ എന്ന് തന്നെയാണ് പറയാ, ആ ഒരു ലുക്കാക്കാൻ വേണ്ടി ആമസോണിൽ നിന്ന് വാങ്ങിച്ച ചവിട്ടിയാണ്. ഇത് പണ്ടേ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ബീൻ ബാഗാണ്. പിന്നെ മാല ബൾബ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച 200 രൂപയ്ക്ക്. അങ്ങോട്ട് മാല ബൾബ് അല്ല, ഇത് LED ലൈറ്റ് പോലത്തെ സംഭവം, LED. അതൊക്കെ ഇട്ട് സെറ്റ്. എങ്ങനെയുണ്ട്? നിങ്ങൾ പറയാം എങ്ങനെയുണ്ടെന്ന്. ഇഷ്ടപ്പെടുവാന്ന് വെച്ചാൽ എനിക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേ ഇഷ്ടപ്പെടുവാണോന്ന്. ഞാനിത് രാത്രി എങ്ങനെയാ വരുന്നതെന്ന് ഞാൻ കാട്ടിത്തരാവേ. ഇതിപ്പോ എങ്ങനെയാന്ന്. ഇതിപ്പോ എന്റെ മുറിയിൽ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എന്റെ മുറിയൊക്കെ അങ്ങനെ തന്നെ വൃത്തികേടായിട്ട് കിടക്കുന്നത്, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു ഇത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ച ലുക്ക്. ഇഷ്ടപ്പെടുവാന്ന് വെച്ചാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ലവ് യു ഓൾ. ബൈ ബൈ.